അങ്കമാലിയെയും കേരളത്തെ ആകെയും കണ്ണീരിലാഴ്ത്തിയ ദാരുണമായ വാഹനാപകടത്തിൽ ഒടുവിൽ നിയമ നടപടികൾ കർശനമാകുന്നു. ജസ്ലിയ ജോൺസൺ എന്ന വിദ്യാർത്ഥിനിയുടെ മരണത്തിനിടയാക്കിയ കാറോടിച്ച ഡോക്ടർ സിറിയക് ജോർജിനെ ഒളിവിൽ പോകാൻ സഹായിച്ചുവെന്ന കുറ്റത്തിനാണ് പിതാവ് ജോർജ് തോമസിനെ പോലീസ് അറസ്റ്റ് ചെയ്തത്. അതിരമ്പുഴ സ്വദേശിയായ ജോർജ് തോമസിനെതിരായ ഈ അറസ്റ്റ് കേസിൽ വലിയൊരു വഴിത്തിരിവായി മാറിയിരിക്കുകയാണ്. പ്രതിക്ക് ഒളിത്താവളമൊരുക്കി നിയമ നടപടികളിൽ നിന്ന് രക്ഷപ്പെടാൻ പിതാവ് ഒത്താശ ചെയ്തതെന്നാണ് അന്വേഷണ സംഘത്തിന്റെ കണ്ടെത്തൽ. അതിനിടെ കേസിൽ പ്രതിയായ ഡോക്ടർ സിറിയക് ജോർജ് നിയമത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള തീവ്ര ശ്രമത്തിലാണ്. തനിക്കെതിരെ ഉയർന്നിരിക്കുന്ന ആരോപണങ്ങൾക്കിടെ ഇയാൾ കോട്ടയം സെഷൻസ് കോടതിയിൽ മുൻകൂർ ജാമ്യാപേക്ഷ സമർപ്പിച്ചു. എന്നാൽ ഈ ജാമ്യാപേക്ഷയെ ശക്തമായി എതിർക്കുമെന്ന നിലപാടിലാണ് അന്വേഷണ ഉദ്യോഗസ്ഥർ. ഫെബ്രുവരി 28-ന് നടന്ന അപകടം അങ്കമാലി നിവാസികളെ ഒന്നടങ്കം ഞെട്ടിച്ചിരിക്കുന്നു. മോർണിംഗ് സ്റ്റാർ കോളേജിലെ 2ാം വർഷ ബികോം വിദ്യാർത്ഥിനിയായിരുന്നു ജസ്ലിയ. അന്ന് രാത്രി പാർട്ട് ടൈം ജോലി കഴിഞ്ഞ് മടങ്ങുമ്പോഴാണ് അതിവേഗത്തിൽ വന്ന സിറിയക്കിന്റെ കാർ ജസ്ലിയെ ഇടിച്ചു തെറിപ്പിച്ചത്. ഇടിയുടെ ആഘാതത്തിൽ ജസ്ലിയയ്ക്ക് തലയ്ക്ക് അതീവ ഗുരുതരമായി പരിക്കേറ്റു. തുടർന്ന് വിദഗ്ധ ചികിത്സ നൽകിയെങ്കിലും ജസ്ലിയയ്ക്ക് മസ്തിഷ്ക മരണം സംഭവിച്ചുവെന്ന വാർത്ത കുടുംബത്തെ തകർത്തു. എന്നാൽ ആ ദുരന്തത്തിനിടയിലും മറ്റുള്ളവർക്ക് പുതുജീവൻ നൽകാൻ ജസ്ലിയയുടെ അവയവങ്ങൾ ദാനം ചെയ്യാൻ കുടുംബം കാണിച്ച മനസ്സ് വലിയ മാതൃകയായി. എടവനക്കാട് സ്വദേശിയായ ജസ്ലിയ സ്പോർട്സിലും പഠനത്തിലും ഒരേപോലെ മികവ് പുലർത്തിയിരുന്നു. സ്വപ്നങ്ങൾ ബാക്കി വെച്ചുള്ള അവളുടെ അകാല വിയോഗം കോളേജ് അധികൃതരെയും സഹപാഠികളെയും ആകെ സങ്കടത്തിലാഴ്ത്തി. സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്ന കുടുംബത്തിന്റെ പ്രതീക്ഷയായിരുന്നു ജസ്ലിയ. സ്വന്തം പഠനത്തിലുള്ള ചിലവുകൾ കണ്ടെത്താനാണ് അവൾ അങ്കമാലിയിലെ ഒരു പിസ്സ ഔട്ട്ലെറ്റിൽ പാർട്ട് ടൈം ജോലിക്ക് പോയിരുന്നത്. ജോലി സൗകര്യാർത്ഥം കോളേജ് ഹോസ്റ്റലിലായിരുന്നു ജസ്ലിയ താമസിച്ചിരുന്നത്. കുടുംബത്തിന്റെ ആശ്രയമായിരുന്ന ആ പെൺകുട്ടിയുടെ മരണം നാടിനെയാകെ വേദനിപ്പിച്ചു. കോടതി ജാമ്യാപേക്ഷ പരിഗണിക്കുമ്പോൾ പ്രതിഭാഗം എന്ത് വാദങ്ങളാണ് നിരത്തുക എന്നത് ശ്രദ്ധേയമാകും. നിയമം അതിന്റെ വഴിക്ക് നടക്കുമെന്ന പ്രതീക്ഷയിലാണ് ജസ്ലിയുടെ ബന്ധുക്കൾ. സമൂഹത്തിന്റെ എല്ലാ കോണുകളിൽ നിന്നും കേസിൽ നീതി വേണമെന്ന ആവശ്യം ശക്തമായിരിക്കുകയാണ്. മാധ്യമങ്ങളും സന്നദ്ധ സംഘടനകളും കേസിനെ സജീവമായി നിരീക്ഷിക്കുന്നുണ്ട്. ജസ്ലിയുടെ സ്വപ്നങ്ങൾ തകർത്തവർക്ക് അർഹമായ ശിക്ഷ ലഭിക്കണമെന്നത് നാടിന്റെ പൊതുവികാരമാണ്.